നൽകാൻ സർക്കാർ സഹായം കിട്ടാത്തതോടെയാണ് സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് ഓണച്ചന്തകൾക്ക് തയ്യാറെടുക്കുകയാണ് സപ്ലൈകോ. സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൈവശത്തിലുള്ള സ്ഥലം വാടകയ്ക്കെടുത്താണ് തൽക്കാലം പന്തലുകൾ ഒരുക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. സബ്സിഡി ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ ബ്രാൻഡ് വസ്തുക്കളും പാക്കറ്റിലുള്ള ഭക്ഷ്യവസ്തുക്കളും കോസ്മെറ്റിക്സ് ഐറ്റംസും ലഭ്യമാകും. ബ്രാൻഡഡ് കമ്പനികൾക്ക് സ്ഥലവും ചെറുകിട വ്യാപാരികൾക്ക് സ്റ്റോളും വാടകയ്ക്ക് നൽകിയതിലൂടെ പണം കണ്ടെത്താനാകും. സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥലമായതിനാൽ ഇളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനികളുടെ ഓഫറുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഇതു സംബന്ധിച്ച് സപ്ലൈകോ ഉന്നത കമ്പനികളുമായി ചർച്ച നടത്തി വരികയാണ്. ഓണവിപണി ഇടപെടലിൽ ചോദിച്ചതൊന്നും കിട്ടാഞ്ഞതോടെയാണ് സപ്ലൈകോയും മറ്റു മാർഗങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. സർക്കാർ കൈത്താങ്ങില്ലാതെ വിഷു റംസാൻ ചന്തകൾ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഒതുക്കുകയായിരുന്നു. ഓണക്കാലത്ത് അത് ഒഴിവാക്കാനാണ് സ്വകാര്യ കമ്പനികളുമായി സർക്കാർ പുതിയ പദ്ധതി പരീക്ഷിക്കുന്നത്. സപ്ലൈകോയുടെ വിൽപ്പനാ കേന്ദ്രങ്ങളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കുറവാണ്. വിതരണക്കാർക്ക് മുൻപ് നൽകിയ സാധനങ്ങൾക്കുള്ള കുടിശ്ശികയുള്ളതിനാൽ ടെൻഡർ ക്ഷണിച്ചിട്ടും പല സാധനങ്ങളും ലഭിച്ചിട്ടില്ല. 560 കോടി രൂപയാണ് അടിയന്തരമായി നൽകേണ്ട കുടിശ്ശിക. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് നൽകാമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചിരുന്ന 250 കോടി രൂപയിൽ 60 കോടി രൂപ നെല്ലു സംഭരണത്തിന്റെ കുടിശ്ശിക നൽകാനായി അനുവദിച്ച് ഉത്തരവിറക്കി. നെല്ലു കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ ഈ തുക അനുവദിച്ചത്. ഈ ഇനത്തിൽ 1200 കോടി രൂപയാണ് സംസ്ഥാനം സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. ഒരു വർഷമായി ഈ തുക നൽകിയിട്ടില്ല. ബാക്കി 1090 കോടി രൂപ വിപണന ഇടപെടലിനായി അനുവദിച്ച് മറ്റൊരു ഉത്തരവ് ഉടൻ ഇറങ്ങിയേക്കും. ഈ വർഷം ബഡ്ജറ്റിൽ വിപണി ഇടപെടലിനായി 190 കോടി രൂപയാണ് ആകെ നീക്കിവച്ചിരിക്കുന്നത്. 250 കോടി രൂപയിൽ 180 കോടി രൂപ നെല്ലു സംഭരണത്തിനും 70 കോടി രൂപ വിപണി ഇടപെടലിനുമായി അനുവദിക്കുമെന്ന് നേരത്തെ ഭക്ഷ്യവകുപ്പ് സൂചന നൽകിയിരുന്നു. എന്നാൽ ഭക്ഷ്യമന്ത്രി കത്ത് നൽകിയതോടെ തുകയുടെ അനുപാതത്തിൽ മാറ്റം വന്നതായാണ് അറിയുന്നത്. രണ്ടിനങ്ങളിലും ഒന്നിനും തികയാത്ത തുകയാണ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ പരാതി. ഇതു സംബന്ധിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ധനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു.